ഹലോ എവരിവൺ, ഇന്ത്യൻ റെയിൽവേയുടെ ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 4/2024. ഇവിടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 17-ാം തീയതിയാണ്. അതായത് ഓഗസ്റ്റ് 17-ാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 16 വരെ നമുക്ക് അപേക്ഷ അയക്കാൻ സാധിക്കും. അതായത് ഒരു മാസത്തോളം നമുക്ക് അപേക്ഷ അയക്കാനുണ്ട്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 17-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർത്തു വെക്കുക. അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് അയക്കേണ്ടത്. ഒഴിവുകളുടെ വിശദ വിവരങ്ങളാണ് നമ്മളിനി പരിശോധിക്കുന്നത്. പേ ലെവൽ 7 ആണ്. 44,900 ശമ്പളം വരുന്നത്. 36 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ്. 5 ഒഴിവുകളാണുള്ളത്. നഴ്സിംഗ് സൂപ്രണ്ട് 713 ഒഴിവുകളാണുള്ളത്. ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് 4 ഒഴിവുകളാണുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് 7 ഒഴിവുകളുണ്ട്. ഡെന്റൽ ഹൈജീനിസ്റ്റ് വരുന്നത് 3 ഒഴിവുകളാണ്. ഡയാലിസിസ് ടെക്നീഷ്യൻ 20 ഒഴിവുകളുണ്ട്. ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ 126 ഒഴിവുകൾ. ലബോറട്ടറി സൂപ്പീരിയൻറ്റൻറ്റ് 27 ഒഴിവുകൾ. പെർഫ്യൂഷനിസ്റ്റ് 2 ഒഴിവുകളാണുള്ളത്. ഫിസിയോതെറാപ്പിസ്റ്റ് 20 ഒഴിവുകളുണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് 2 ഒഴിവുകളാണ്. ലബോറട്ടറി ടെക്നീഷ്യൻ 2 ഒഴിവുകൾ. ഫാർമസിസ്റ്റിൻ്റെ ഒഴിവുകൾ 246 ആണ്. റേഡിയോഗ്രാഫർ 64 ഒഴിവുകളുണ്ട്. സ്പീച്ച് തെറാപ്പിസ്റ്റ് 1 ഒഴിവ്. കാർഡിയാക് തെറാപ്പിസ്റ്റ് 4 ഒഴിവ്. കാർഡിയാക് ടെക്നീഷ്യൻ 4 ഒഴിവ്. ഒപ്റ്റോമെട്രിസ്റ്റ് 4 ഒഴിവ്. ECG ടെക്നീഷ്യൻ 13 ഒഴിവ്. ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 അത് 94 ഒഴിവുകളുണ്ട്. ഫീൽഡ് വർക്കർ 19 ഒഴിവുകളാണുള്ളത്. അങ്ങനെ 1376 ടോട്ടൽ ഒഴിവുകളുണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് 17-ാം തീയതിയാണ്. ഇതിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2025 അതിൻ്റെ വിശദ വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഏജ്, അതിൻ്റെ റിലാക്സേഷൻ, അത് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാഷണാലിറ്റി പറയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർ. ഓരോ കമ്മ്യൂണിറ്റിയുടെയും ഏജ് എങ്ങനെയാണ്, ഏത് വർഷം ജനിച്ചവരായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. SC/ST 5 വർഷവും OBC 3 വർഷവും ഇളവ് ലഭിക്കുന്നുണ്ട്. അതിൽ PWD, EWS ഇവർക്കൊക്കെ തന്നെ, എക്സ് സർവീസ്മാൻ അവർക്കൊക്കെ തന്നെ ഇളവ് ലഭിക്കുന്നുണ്ട്. ഇതിൽ അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീ വരുന്നത്. SC/ST, എക്സ് സർവീസ്മാൻ, PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി ഓർ എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ്സസ് EBCയിൽ അവർക്കൊക്കെ തന്നെ 250 രൂപയാണ് ഫീ വരുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് അടക്കേണ്ടത്. 17-ാം തീയതിയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ അറിയാനുള്ളത്. ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ എബിലിറ്റി, ജനറൽ അവയർനെസ്, ജനറൽ അരിത്തമെറ്റിക്, ജനറൽ സയൻസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അത്രയും കാര്യങ്ങളൊക്കെ തന്നെ സിലബസിൽ വരുന്നുണ്ട്. ഇതിൻ്റെ PDF പകർപ്പ് ടെലിഗ്രാം ചാനൽ, നമ്മുടെ ജോബ് ടെലിഗ്രാം ചാനൽ നൽകാം. നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതാണ്. റിസർവേഷൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ ശമ്പളം 44,900 ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളവർ വായിച്ച് മനസ്സിലാക്കുക. ഫീൽഡ് വർക്കറിൻ്റെ നമുക്ക് നോക്കാം. ഫീൽഡ് വർക്കറിൻ്റെ +2 പാസ്സായിരിക്കണം. സയൻസ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതിൽ 19,900 ആണ് അതിൻ്റെ സാലറി വരുന്നത്. അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതിലും ഇതുപോലെ തന്നെ +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ചിരിക്കണം. ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അംഗീകൃത സർവകലാശാല ബിരുദം ഉണ്ടായിരിക്കണം. ബാക്കിയുള്ളതൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. മെഡിക്കൽ വിഭാഗവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ സയൻസ് സബ്ജക്റ്റുകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് വരും. കാരണം കൂടുതലായിട്ട് നമ്മുടെ ആർട്സ് കൊമേഴ്സ് വിഷയങ്ങൾ കാണുന്നവരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ സയൻസ് ഗ്രൂപ്പ് പഠിച്ചവരും അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഒക്കെ പഠിച്ചവർക്കൊക്കെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഒത്തിരി ഒഴിവുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. സ്ത്രീകൾക്കും അതുപോലെ തന്നെ SC/ST PWD ഇവർക്കൊക്കെ തന്നെ പരീക്ഷാ ഫീസ് 250 രൂപ മാത്രമേ വരുന്നുള്ളൂ.
ഇന്ത്യൻ റെയിൽവേയുടെ മികച്ച ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കാം. ആഗസ്റ്റ് 17 മുതലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്, സ്റ്റേ സേഫ്.